ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സമയം നിങ്ങളോട് ഒരുമിച്ച് ആയിരിക്കാൻ, ദൈവവചനവുമായി സമയങ്ങളെ ചിലവഴിപ്പാൻ നൽകിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ നാമത്തിൽ സ്നേഹ വന്ദനങ്ങളെ പ്രാരംഭമായി അറിയിക്കുന്നു. നമുക്ക് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഞാൻ വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ റോമാലേഖനത്തിൻ്റെ 9, 10, 11 അധ്യായങ്ങൾ പ്രത്യേകമായി ഇസ്രായേൽ ജനത്തെക്കുറിച്ചുള്ള കരുതലും ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെയ്യാൻ പോകുന്നതായ കാര്യങ്ങളും വിവരിച്ചതിന് ശേഷം റോമാസഭയെ പ്രത്യേകമായി ഓർപ്പിക്കുന്ന ഒരു വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കുവീൻ. ഒരു സമർപ്പണത്തെക്കുറിച്ചാണ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നത്. നിങ്ങളെ തന്നെ സമർപ്പിക്കുക, നമ്മെ തന്നെ സമർപ്പിക്കുക. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാൻ താൻ മറന്നുപോയിട്ടില്ല. സമർപ്പണത്തിന് മുൻപായി ദൈവത്തിൻ്റെ മനസ്സലിവ് എന്താണ്? ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ചത്, അപ്പോസ്തലനോട് ഓർപ്പിച്ച ദൈവത്തിൻ്റെ മനസ്സലിവ് എന്താണ്? അത് 11-ാം അധ്യായത്തിൽ താൻ വിശദീകരിക്കുന്നുണ്ട്. 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലിവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഒലിവുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ. നോക്കുക, ഈ വാക്യത്തിൽ ഇവിടെ ഒരു ഒട്ടിച്ചു ചേർത്തിക്കുക. നമുക്ക് ബഡ് ചെയ്യുന്ന വിധമൊക്കെ ഇപ്പോൾ അറിയാം. ഇപ്പം എല്ലാത്തിനും ബഡ്ഡിങ് പരിപാടികളുണ്ട്. സാധാരണഗതിയിൽ ബഡ് ചെയ്യുന്നത് കാട്ടുറോസ അല്ലെങ്കിൽ എളുപ്പം കിളിക്കുന്ന ചെടികൾ കിളിപ്പിച്ചിട്ട് അതിൽ നല്ല ഫലം കായ്ക്കുന്ന നല്ല വിത്തിൻ്റെ, നല്ല തൈയുടെ ബഡ് അതിൻ്റെ ഭാഗം വെട്ടി അതിൽ നിന്നും പുതിയ തൈ ഉൽപ്പാദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, കാട്ടൊലിവിൻ്റെ കമ്പെടുത്ത് നാട്ടൊലിവിനെ ഒടിച്ചു കളഞ്ഞിട്ട് അതിനോട് ചേർത്ത് ബഡ് ചെയ്തു. ശരിക്കും സംഭവിച്ചത് എന്താണ്? തൻ്റെ സ്വന്തം ജനമായ ഇസ്രായേൽ, തൻ്റെ സ്വന്തം ജനമായ യഹൂദന്മാർ, ഇസ്രായേൽ, ഈ ജനത്തെ തള്ളിക്കളഞ്ഞിട്ട് വെറും ഫലം കായ്ക്കാത്ത കാട്ടൊലിവുകളായിരുന്ന, ഒരു ഫലവുമില്ലാതിരുന്ന, പ്രതീക്ഷയ്ക്ക് വകയില്ലാതിരുന്ന എന്നെയും നിങ്ങളെയും, അല്ല ജാതികളായ നമ്മെ നാട്ടൊലിവിനോട് ചേർത്ത് ദൈവം ബഡ് ചെയ്തു. അതാണ് ഇവിടെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഓർപ്പിക്കുന്നത്. ഈ ഭാഗം വളരെ നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുക. ദൈവം ചെയ്ത ഒരു വലിയ പ്രവൃത്തി, ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം. എന്നാൽ നാട്ടൊലിവിനെ ഒടിച്ചു കളഞ്ഞ് വെട്ടിക്കളഞ്ഞ് കാട്ടൊലിവായ നമ്മെ അതിനോട് ചേർത്ത് ബഡ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഉള്ളിലൊരു വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്, എൻ്റെ പ്രിയതമന് മനോഹരമായൊരു തോട്ടമുണ്ടായിരുന്നു, അവൻ അതിലെ കല്ലെല്ലാം പെറുക്കിക്കളഞ്ഞു. അവൻ നല്ല വക മുന്തിരിവള്ളി കൊണ്ടുവന്ന് ആ സ്ഥലത്ത്, ആ തോട്ടത്തിൽ നട്ടു. അതിൻ്റെ നടുവിൽ ഫലം കായ്ക്കേണ്ടതിന്, ഫലം കായ്ക്കും എന്നുള്ള പ്രതീക്ഷയോടെ അവനൊരു ചക്കും കുഴിച്ചിട്ടു. അതിനു ചുറ്റും വേലി കെട്ടി അങ്ങനെ മനോഹരമായൊരു തോട്ടം അവൻ നട്ടുണ്ടാക്കി. പക്ഷേ ഫലം കായ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു.
കാത്തുകാത്തിരുന്നു, കായ്ച്ചതോ കാട്ടുമുന്തിരിങ്ങ അത്രേ, പുളിച്ച മുന്തിരിങ്ങ അത്രേ, കാട്ടുമുന്തിരിങ്ങ അത്രേ. ദൈവം ചെയ്ത ഒരു കാര്യം പ്രതീക്ഷിച്ച ഫലം കിട്ടാതെ വന്നപ്പോൾ അതിന്റെ വേര് ദൈവം പൊളിച്ചു കളഞ്ഞു. കാട്ടുപന്നികൾ അതിനകത്ത് കയറി ആ വിള മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു. ഫലം കായ്ക്കാത്തതിനെ വെട്ടി ദൈവം കളഞ്ഞു. ഓർക്കണം, ഫലം കായ്ക്കാഞ്ഞതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. അവിടേക്ക് നാട്ടൊലിവിനെ ഒടിച്ചു കളഞ്ഞ സ്ഥലത്തേക്ക് എന്നെയും നാം ഓരോരുത്തരെയും ദൈവം ചേർത്ത് ബഡ് ചെയ്തിരിക്കുകയാണ്. അതെ, അതാണ് ദൈവത്തിൻ്റെ മനസ്സലിവ്. നമുക്കൊരിക്കലും ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്ത, ജാതികളായ, ഫലമില്ലാത്ത നമുക്ക്, റോമാലേഖനത്തിലെ പൗലോസിന്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ, പാപികളായ, അശക്തരായ, അഭക്തരായ, അതിക്രമക്കാരായ, റോമാലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, അതിക്രമക്കാരായ നമ്മൾ, പാപികളായ നമ്മൾ, ദൈവത്തോട് ശത്രുക്കളായിരുന്ന നമ്മൾ, എന്നാൽ നമ്മെ ഫലം കായ്ക്കും എന്ന പ്രതീക്ഷയോടെ ദൈവം കൂട്ടിച്ചേർത്തു, കൂട്ടിയോജിപ്പിച്ചു. അതാണ് ദൈവത്തിൻ്റെ മനസ്സലിവ്. പ്രൈസ് ദ ലോർഡ്. ഈ ദൈവത്തിൻ്റെ മനസ്സലിവ്, തൻ്റെ അതിനെ കൂട്ടി നമ്മെ ചേർക്കുവാൻ വേണ്ടി ദൈവം അതിനുവേണ്ടി ഒരുക്കിയത് തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കാൽവറിയിലെ രക്തമാണ്. ഈ രക്തം കൊണ്ടാണ് അവൻ നമ്മെ ചേർത്ത് ബഡ് ചെയ്തിരിക്കുന്നത്. ഈ രക്തമാണ് അതിന് ഉപാധിയായി തീർന്നിരിക്കുന്നത്. ഈ സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഈ സ്നേഹത്തിൽ ഓർപ്പിച്ചുകൊണ്ട്, ഈ ദൈവത്തിൻ്റെ മനസ്സലിവിനെ ഓർപ്പിച്ചുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിക്കുവിൻ. അതാണ് ആരാധന. ആരാധന എന്ന വിഷയം കർത്താവായ യേശുക്രിസ്തു യോഹന്നാന്റെ സുവിശേഷത്തിൽ ശമര്യാക്കാരത്തി സ്ത്രീയോട് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ശമര്യാക്കാരത്തി സ്ത്രീയും യേശുവുമായിട്ടുള്ള സംഭാഷണം. അവൾ പറയുകയാണ്, ഞങ്ങൾ ഈ മലയിൽ ആരാധിക്കുന്നു, നിങ്ങൾ അങ്ങേ മലയിൽ ആരാധിക്കുന്നു. അതിന് കർത്താവ് പറഞ്ഞ മറുപടി, ആ മലയിലുമല്ല ഈ മലയിലുമല്ല, സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന നാഴിക വന്നുമിരിക്കുന്നു. ഒരു ആരാധന, ശരിയായിട്ടുള്ള ഒരു ആരാധന, സത്യത്തിലും ആത്മാവിലുമുള്ള ഒരു ആരാധന, അത് വരാൻ പോകുന്നതേ ഉള്ളൂ എന്നാണ് കർത്താവ് അവിടെ ഓർപ്പിക്കുന്നത്. വീണ്ടും ആരാധനയെക്കുറിച്ച് പൗലോസാണ് വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത്. എന്താണ് അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നത്? നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിക്കുവിൻ. അതെ, നമ്മെ തന്നെ ഒരു യാഗമായി സമർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. ആരാധന എന്ന് പറയുന്നത് നമുക്കറിയാം, പഴയ നിയമത്തിൽ ദൈവത്തെ ആരാധിക്കുവാനായി കടന്നു വരുന്നവർ യാഗവസ്തുക്കളുമായിട്ടാണ് കടന്നു വരുന്നത്. മാടിനെയോ ആടിനെയോ കാളക്കിടാവിനെയോ ആട്ടുകൊറ്റനെയോ കുറുപ്രാവിനെയോ ഇങ്ങനെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഓരോരുത്തരും യാഗമർപ്പിക്കുവാനായി, ആരാധന കഴിക്കുവാനായി ആലയത്തിലേക്ക് വരികയാണ്. ആലയത്തിലേക്ക് ആരാധനയ്ക്കായി യാഗമർപ്പിക്കുവാനായി വരുന്നവർ ആദ്യം കാണുന്നത് അവിടെ ഇരിക്കുന്ന ചില ഉപകരണങ്ങളാണ്. നാം ആ ഉപകരണങ്ങളെക്കുറിച്ച് ആദ്യമായി ചിന്തിച്ചിട്ട് നമുക്ക് ഈ വിഷയത്തിലേക്ക് വീണ്ടും മടങ്ങി വരാം. പുറപ്പാട് പുസ്തകത്തിൽ 27-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആരാധനയ്ക്കായി കടന്നു വരുന്ന വ്യക്തി, യാഗപീഠത്തിങ്കിലേക്ക് അടുത്തു വരുന്ന വ്യക്തികൾ, അവർ കാണുന്ന ചില ഉപകരണങ്ങൾ. 27-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീക്കലശങ്ങളും ഉണ്ടാക്കണം. 5 ഉപകരണങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ വായിക്കുന്നത്. 38-ാം അധ്യായം 3-ാം വാക്യത്തിലും ഇതേ വാക്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചട്ടി, ചട്ടുകം, കലശം, മുൾക്കൊളുത്ത്, തീക്കലശം.
ഇങ്ങനെ പീഠത്തിന്റെ ഉപകരണങ്ങളൊക്കെയും ഉണ്ടാക്കി. അപ്പൊ ആരാധനയ്ക്കായി കടന്നു വരുന്ന വ്യക്തികൾ അവരുമായി ബന്ധപ്പെട്ട ഈ ഉപകരണങ്ങളെ കാണുകയാണ്. എന്താണ് ഈ ഉപകരണങ്ങൾ വിളിച്ചു പറയുന്നത്? നമുക്ക് അല്പമായി ചിന്തിക്കാം. ഒന്നാമത്തെ ഉപകരണമായിട്ട് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് കിണ്ണമാണ്. കിണ്ണം പഴയ നിയമ ആരാധനാ സ്ഥലത്ത് വെച്ചിരിക്കുന്ന, യാഗപീഠത്തിന്റെ അരികിൽ വെച്ചിരിക്കുന്ന ഒരു ഉപകരണമാണ് കിണ്ണം. കിണ്ണം എന്തിന് എന്ന് ചോദിച്ചാൽ, അത് അറുക്കപ്പെടുന്ന യാഗമൃഗത്തിന്റെ രക്തം സൂക്ഷിക്കുവാൻ വേണ്ടിയാണ്. രക്തം ചൊരിഞ്ഞല്ലാതെ പാപത്തിന് വിമോചനമില്ല. യാഗം കൽപ്പിച്ച് നൽകിയത് ദൈവമാണ്. പാപത്തിന് പരിഹാരമായി യാഗമർപ്പിക്കുവാൻ മനുഷ്യനോട് കൽപ്പിച്ചത് ദൈവമാണ്. യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ മൃഗത്തിന്റെ രക്തം എടുക്കുവാൻ വേണ്ടി, രക്തം സൂക്ഷിക്കുവാൻ വേണ്ടി, യാഗപീഠത്തിങ്കൽ അർപ്പിക്കേണ്ട ആ രക്തം എടുക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന പാത്രമാണ് കിണ്ണം എന്ന് പറയുന്നത്. രണ്ടാമതായി അവിടെ ഇരിക്കുന്ന ഉപകരണം അത് ചട്ടുകമാണ്. ചട്ടുകം എന്തിനെയാണ് കാണിക്കുന്നത്? ഈ അർപ്പിക്കപ്പെടുന്ന മൃഗത്തിന്റെ ഒരു ഭാഗവും വേകാതിരിക്കാൻ പാടില്ല. ഒരു വശം മാത്രം വെന്തു കഴിഞ്ഞാൽ, ഹോശേയ പ്രവചനത്തിൽ നാം വായിക്കുന്ന ഒരു കാര്യമുണ്ട്, മറിച്ചിടാത്ത ദോശ. എബ്രഹീമിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, എബ്രഹീം മറിച്ചിടാത്ത ദോശ. മറിച്ചിടാത്ത ദോശയുടെ സ്ഥിതി നമുക്കറിയാം. ഒരു വശം മാത്രമേ വേകുന്നുള്ളൂ. എന്നാൽ അങ്ങനെയല്ല, യാഗപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന മൃഗത്തിന്റെ രണ്ട് ഭാഗവും വേകണം, രണ്ട് വശവും വേകണം, രണ്ട് ഭാഗവും വേകണം. ഒരു വശം മാത്രം വെന്താൽ അതിൽ ദൈവം സംപ്രീതനാവുകയില്ല, ആ യാഗം പൂർണ്ണമായി തീരുകയില്ല. രണ്ടു വശവും വേകണം. മൂന്നാമതായി അവിടെ ഉപയോഗിക്കുന്ന വസ്തു എന്ന് പറഞ്ഞാൽ മുൾക്കൊളുത്താണ്, അല്ലെങ്കിൽ മുപ്പല്ലി എന്ന് പറയും. പഴയ നിയമത്തിൽ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ്, ഒരു ഉപകരണമാണ് മുപ്പല്ലി. എന്തിനാണ് മുപ്പല്ലി? യാഗപീഠത്തിൽ അർപ്പിക്കപ്പെടുന്ന യാഗമൃഗത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ തീയുടെ ചൂട് കൂടുമ്പോൾ പൊട്ടിത്തെറിച്ച് പുറത്തു പോയാൽ അത് കുത്തിയെടുത്ത് അതിനകത്തിട്ട് ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള ഉപകരണമാണ് മുപ്പല്ലി, മുൾക്കൊളുത്ത് എന്ന് പറയുന്നത്. അടുത്തതായി നാം കാണുന്നത് തീക്കലശമാണ്. തീക്കലശം, ഒരിക്കൽ കത്തിയ തീ, ആ തീ മാത്രമേ അടുത്ത യാഗത്തിലും കത്തിക്കുവാനായിട്ട് പാടുള്ളൂ. അടുത്ത യാഗത്തിലും കത്തിക്കുന്നത് ഈ തീ തന്നെയാണ്. അപ്പൊ അത് അവസാനത്തോളം കെടാതെ സൂക്ഷിക്കുവാൻ വേണ്ടി, ആ തീ സൂക്ഷിക്കുവാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്നിറക്കിയതായ ശലോമോന്റെ യാഗപീഠത്തിങ്കൽ, ശലോമോൻ അർപ്പിച്ച യാഗപീഠത്തിങ്കൽ ഇറക്കിയതായ യഹോവയുടെ അഗ്നി, ഉയരത്തിൽ നിന്നിറങ്ങിയ അഗ്നി, ആ അഗ്നി മാത്രമേ അടുത്ത യാഗത്തിൽ ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ. ഈ തീ കെടാതെ സൂക്ഷിക്കുവാൻ വേണ്ടി ഉള്ള ഉപകരണമാണ് തീക്കലശം എന്ന് പറയുന്നത്. അവസാനമായി നാം കാണുന്നത് ഒരു ചട്ടിയാണ്. അതായത് യാഗമർപ്പിച്ച മൃഗത്തിന്റെ ചാരം, എത്ര വലിയ മൃഗമാണെങ്കിലും അർപ്പിച്ച മൃഗത്തിന്റെ ചാരം, അവസാനം ഒരു പിടി ചാരം ദൈവം അതിൽ പ്രസാദിച്ചു എന്നതിന്റെ തെളിവാണ്. എന്താണ് ഈ ഭാഗങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത്? ദൈവത്തെ ആരാധിക്കുവാനായിട്ട് വരുന്നവർ, ഒന്നാമതായി കിണ്ണം, രക്തം, യേശുവിന്റെ രക്തം നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ പാപങ്ങളെ കഴുകുന്നത് യേശുവിന്റെ രക്തമാണ്. യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കാതെ ആരാധന നടത്തുവാൻ ഒരാൾക്ക് കഴിയുകയില്ല. പാപത്തിനു മോചനമില്ലാത്ത ഒരാരാധനയിൽ, പാപമോചനം ലഭിക്കാത്ത ഒരാരാധനയിൽ ദൈവം പ്രസാദിക്കുന്നില്ല. അതുകൊണ്ട് ആദ്യം യേശുവിന്റെ രക്തത്തിൽ ആശ്രയിക്കുക, യേശുവിന്റെ രക്തത്താലുള്ള കഴുകൽ പ്രാപിക്കുക. അതാണ് ആരാധനക്കാരൻ ആദ്യമായി ചെയ്യുന്നത്. രണ്ടാമതായി നമുക്കറിയാം, ചട്ടുകം ഞാൻ പറഞ്ഞല്ലോ, രണ്ടു വശവും വേകണം. ഒരു വ്യക്തിയുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും
ഒരുപോലെ ദൈവത്തിൻ്റെ മുൻപിൽ ഇരിക്കുകയാണ്. ചിലർ പറയാറുണ്ട്, ദൈവം എന്നെ കാണുന്നു, ദൈവം എന്നെ അറിയുന്നു, ദൈവം എന്നെ മനസ്സിലാക്കുന്നു, എന്നെ നന്നായിട്ട് അറിയാം. ഓർക്കുക, മനസ്സിലാക്കുക സഹോദര, നിന്റെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ വെന്തെങ്കിൽ മാത്രമേ, ഒരുപോലെ കത്തി എരിഞ്ഞെങ്കിൽ മാത്രമേ യാഗത്തിൽ ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയുള്ളൂ. പരസ്യ ജീവിതം മാത്രം ശരിയായതുകൊണ്ട് കാര്യമില്ല. പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും ഒരുപോലെ വേഗണം. അതെ, യാഗപീഠത്തിങ്കിൽ ഇരിക്കുന്ന രണ്ടാമത്തെ ഉപകരണമാണ് ചട്ടുകം എന്ന് പറയുന്നത്. മൂന്നാമത് നാം കണ്ടു മുൾക്കൊളുത്ത്. എന്താ ഞാൻ പറഞ്ഞു, യാഗപീഠത്തിൽ നിന്നും തെറിച്ചു വീഴുന്ന വസ്തുക്കളെ വീണ്ടും കുത്തി അതിനകത്ത് ഇടുക. എന്താ ഇതിന്റെ അർത്ഥം? ഇത് ഏതെങ്കിലും തീയുടെ കാഠിന്യത്താൽ ഏതെങ്കിലും ഭാഗങ്ങൾ, ശരീരത്തിന്റെ യാഗമർപ്പിച്ച മൃഗത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ വേഗാതെ തെറിച്ചു പോയിട്ടുണ്ടെങ്കിൽ കുത്തിയെടുത്ത് അതിനകത്തിടുക. മുഴുവനും ദൈവത്തിനുള്ളതാണ്. അത് ദൈവത്തിനുള്ളത് പൂർണ്ണമായും കത്തി തീരണം. അതാണ് യാഗം. ആ യാഗത്തിലാണ് ദൈവം പ്രസാദിക്കുന്നത്. എന്നാൽ വളരെ വേദനയോടെ ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഏലി പുരോഹിതന്റെ മക്കൾ ചെയ്തതെന്താ? ഏലി പുരോഹിതന്റെ മക്കൾ ചെയ്തത്, യാഗപീഠത്തിൽ അർപ്പിക്കുന്ന വസ്തുക്കളുടെ പ്രധാന ഭാഗങ്ങൾ ഈ മുപ്പല്ലി ഉപയോഗിച്ച് കുത്തിയിട്ട് മുഴുവൻ കത്തിച്ചാമ്പലാക്കേണ്ട മൃഗത്തിന്റെ ചില ഭാഗങ്ങൾ അവർ കുത്തിയെടുത്ത് ഉപയോഗിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയും. എലി പുരോഹിതൻ ചെയ്ത കാര്യം അതാണ്. എലി പുരോഹിതന്റെ മക്കൾ, എലി പുരോഹിതനല്ല, എലി പുരോഹിതന്റെ മക്കൾ ചെയ്ത കാര്യം അതാണ്. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ദൈവത്തിന് അർപ്പിച്ചത്, ദൈവത്തിന് കൊടുക്കേണ്ടത് തങ്ങൾ എടുത്തപ്പോൾ, തങ്ങളുടെ അവകാശമായി അവർ കുത്തിയെടുത്തപ്പോൾ സംഭവിച്ച കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ കുടുംബം തന്നെ ദൈവസന്നിധിയിൽ നിന്ന് അന്യപ്പെട്ടു പോയി. ഏലി പുരോഹിതൻ തനിക്കുണ്ടായ മരണം എത്ര ദയനീയമായ ഒരു മരണമാണ് തനിക്കുണ്ടായത്. തൻ്റെ കുടുംബം തകർന്നുപോയി. ആ കുടുംബത്തിൽ നിന്നും ഒരു തലമുറയെങ്കിലും ദൈവത്തിൻ്റെ യാഗപീഠത്തിങ്കൽ ശുശ്രൂഷയ്ക്കായി ഉണ്ടാകാതിരിക്കുകയില്ല എന്ന് പറഞ്ഞ ദൈവം തന്നെ തിരിച്ചു പറയുകയാണ്, ആ കുടുംബത്തെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വേറൊരാളെ, നമുക്കറിയാം ശമൂവേലിനെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായിട്ട് തെരഞ്ഞെടുക്കുകയാണ്. എന്താ അതിന്റെ കാരണം? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം ദൈവത്തിന് കൊടുക്കാതെ അതിൽ നിന്ന് കവർന്നെടുക്കുക. വളരെ ദയനീയം എന്ന് പറയട്ടെ, ഇന്ന് സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഏലിയുടെ മക്കൾ ദൈവത്തിന് കൊടുക്കേണ്ട വസ്തുക്കൾ കുത്തിയെടുത്ത് തങ്ങളുടെ സ്വന്തമാക്കിയതുപോലെ ഇന്നും പല സ്റ്റേജുകളിലും പലയിടങ്ങളിലും ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം തട്ടിയെടുക്കുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാം. പല സ്റ്റേജുകളിലും ഇത് മുഴങ്ങി കേൾക്കുമ്പോൾ വളരെ വേദനയോടെ ഞാൻ ഓർത്തു പോകാറുണ്ട്. എത്രയോ ദയനീയമായൊരവസ്ഥയാണിത്. മനുഷ്യനെ പുകഴ്ത്തുന്ന, മനുഷ്യനെ ഉയർത്തുന്ന സ്റ്റേജുകൾ. എന്നെ കേൾക്കുന്ന സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, ദൈവത്തിൻ്റെ മഹത്വം അത് ദൈവത്തിനുള്ളതാണ്. തൻ്റെ മഹത്വം അവൻ ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിന് മാത്രം കൊടുക്കുക. നമുക്കൊന്നിലും പുകഴുവാനായിട്ടില്ല. നമ്മുടെ പേര്, നമ്മുടെ പദവികൾ, നമ്മുടെ സ്ഥാനങ്ങൾ അതൊക്കെ കയ്യിലിരുന്നോട്ടെ. എന്നാൽ വളരെ വേദനയോടെ ഞാൻ പറയട്ടെ, ഇത് ദൈവം വെറുക്കുന്ന ഒരു കാര്യമാണ്. മഹത്വം അത് ദൈവത്തിന് കൊടുക്കുക. അടുത്തതായി നാം കാണുന്നത് തീക്കലശമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കൽ കത്തിയ തീ അത് അവസാനത്തോളം കെടാതെ സൂക്ഷിക്കണം. അന്യ അഗ്നി ഈ യാഗപീഠത്തിൽ കത്തിക്കുവാനായിട്ട് പാടില്ല. അഹരോന്റെ 2 പുത്രന്മാർ നാദാബും അബീഹൂവും അവർ അന്യാഗ്നി ആരാധനയിൽ യാഗത്തിൽ കലർത്തിയപ്പോൾ സംഭവിച്ച കാര്യം ആവർത്തന പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. അവർ രണ്ടും കത്തി കരിഞ്ഞ ചാമ്പലായി പോയി. ഒരിക്കൽ ദൈവം ഇറക്കിയ അഗ്നി, പരിശുദ്ധാത്മാവാകുന്ന അഗ്നി, ആ അഗ്നി അത് മാത്രം ഇന്നും കത്തിക്കൊണ്ടിരിക്കണം. നാം നമ്മെ തന്നെ ശോധന ചെയ്യുക.
നമ്മുടെ മേൽ ഒരിക്കൽ കത്തിയ അഗ്നി ഇന്നും അത് കെടാതെ നിലനിൽക്കുന്നുണ്ടോ? കെടാതെ സൂക്ഷിക്കുന്നുണ്ടോ? നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. നമ്മുടെ ആരാധനയുടെ അവസാനം അല്ല, യാഗപീഠത്തിൽ അർപ്പിക്കപ്പെട്ട യാഗവസ്തു മുഴുവനും കത്തിച്ചാമ്പലായി തീർന്നു എന്നുള്ളതിന്റെ തെളിവ് ഒരു പിടിച്ചാരമാണ്. ഒരു പിടിച്ചാരം. അവിടെ ഒന്നും മുഴച്ചു നിൽക്കുന്നില്ല, ഒന്നും ഉയർന്നു നിൽക്കുന്നില്ല. അവിടെ ഉയർന്നു നിൽക്കാൻ ഒന്നുമില്ല, എല്ലാം യാഗമായി തീർന്നു. അതാണ് ആരാധന. ഇത് ഓർപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നത്. പഴയ നിയമ യാഗം ഓർപ്പിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. പുതിയ നിയമത്തിൽ യാഗമർപ്പിക്കേണ്ട യാഗവസ്തു ആടോ മാടോ കുറുപ്രാവോ ഒന്നുമല്ല, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിക്കുകയും. അവിടെയാണ് ആരാധന സമ്പൂർണമായി തീരുന്നത്. അകവും പുറവും വേകണം. ഒരു വശം മാത്രം വെന്താൽ പോരാ, അകവും പുറവും വേണം. രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ വേകണം. ഒരു ഭാഗവും വേകാതിരിപ്പാൻ പറ്റില്ല. എല്ലാം ദൈവസന്നിധിയിൽ കത്തിച്ചാമ്പലായി തീരണം. നമ്മുടെ ശരീരത്തെ ഈ ഒരു യാഗമായി സമർപ്പിക്കുവീൻ. അതാണ് ആരാധന എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു പാട്ട് ഉണ്ട്. ആത്മദേഹി ദേഹത്തെ കാഴ്ചയായി വയ്ക്കുന്നിതാ, നിൻ മുൻപിൽ ഞാൻ യേശുവേ, എന്നും നിൻ വാക്കേയാവാൻ പീഠത്തിന്മേലെന്നെ ഞാൻ വച്ചു തീക്കായി കാക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീരങ്ങാൻ നോക്കുന്നു. കാത്തു കാത്തിരിക്കുന്നേ, തീരങ്ങാൻ നോക്കുന്നു. നമുക്ക് മടങ്ങി വരാം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിക്കുവിൻ. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ്? നാം ഓർത്തു, നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കുവിൻ. ദൈവത്തിന്റെ ഹിതം എന്താണ്? ഒരിക്കൽ യേശുവിന്റെ അടുക്കിലേക്ക് ചില ആളുകൾ കടന്നു വന്നു. അവർ വന്നത് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയാണ് കടന്നു വന്നത്, നമുക്കറിയാം. അവർ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ഗുരു, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? അവരുടെ ചോദ്യത്തിന് മുൻപിൽ രണ്ട് മറുപടിയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. ഒന്ന്, കരം കൊടുക്കുന്നത് വിഹിതമാണ്. വിഹിതമാണ് എന്ന് പറഞ്ഞാൽ ഇവൻ യഹൂദന്മാർക്ക് എതിരാണ് എന്നും കൈസർക്ക് റോമാക്കാർക്ക് അനുകൂലമാണ് എന്നും പറഞ്ഞുകൊണ്ട് യഹൂദ തീവ്രവാദികളെ അവനെതിരെ ഇളക്കിവിടാം. അല്ല, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമല്ല എന്ന് യേശു പറഞ്ഞാൽ റോമൻ നിയമത്തിനെതിരായി ഇവൻ സംസാരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് റോമാ ഗവൺമെന്റിന്റെ സൈന്യത്തെ, പടയാളികളെ അവനെതിരെ ഇളക്കി വിടാം. ഇവർ രണ്ടു കൂട്ടരും കൊണ്ട് ഈ വിഷയത്തിൽ, യേശുവിനെ പിടിക്കുക എന്ന വിഷയത്തിൽ, വാക്കിൽ കൊടുക്കുക എന്ന വിഷയത്തിൽ ഒത്തുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. യേശുവിനോട് അവർ ചോദിക്കുകയാണ്, കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ? യേശു അവരോട് ഇങ്ങനെ പറഞ്ഞു, ഒരു നാണയം കാണിപ്പീൻ. അവർ അവിടെ നിന്നവരാരോ ഒരു നാണയം എടുത്ത് യേശുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. ആ നാണയം ഉയർത്തിക്കൊണ്ട് യേശു ഇങ്ങനെ ചോദിച്ചു, ഈ നാണയത്തിൽ കൊത്തിയിരിക്കുന്ന രൂപം ആരുടേതാണ്? അവർ പറഞ്ഞു, അതിൽ കൊത്തിയിരിക്കുന്ന രൂപം കൈസറുടേതാണ്. യേശു പറഞ്ഞ മറുപടി, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. എന്താണ് യേശു അവിടെ പറഞ്ഞത്? പല ആളുകൾക്കും അത് മനസ്സിലായില്ല. എന്താണ് യേശു ഉദ്ദേശിച്ചത്? യേശു എന്താണ് അവിടെ പറഞ്ഞത്? യേശു പറഞ്ഞത് ഇങ്ങനെ, ഇത്ര മാത്രമേ ഉള്ളൂ. കൈസറുടെ രൂപം കൊത്തിയിരിക്കുന്നത് അത് കൈസർക്ക് കൊടുത്തേക്കുക,
പക്ഷെ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, നിന്നിൽ കൊത്തിയിരിക്കുന്ന രൂപം, നിന്നിൽ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് വേദപുസ്തകത്തിന്റെ ആരംഭത്തിൽ നാം വായിക്കുന്നു. അതെ, നമ്മിൽ കൊത്തിയിരിക്കുന്ന രൂപം അത് ദൈവത്തിന്റെ രൂപമാണ്. യേശു പറഞ്ഞതൊരു ആഴമേറിയ സത്യമാണ്. യേശു പറയുകയാണ്, കൈസറുടെ രൂപം കൊത്തി കൈസർക്ക് കൊടുത്തേക്കൂ, പക്ഷെ എനിക്ക് വേണ്ടത് അതല്ല, നാണയമല്ല. എനിക്ക് വേണ്ടത് എന്തെങ്കിലുമല്ല. എനിക്ക് വേണ്ടത് എന്റെ രൂപം കുത്തിയിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയുമാണ്. നിങ്ങളെ തന്നെ എനിക്ക് തരുവീൻ എന്നാണ് യേശു അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. യേശുവിന് വേണ്ടത് നമ്മുടേതെന്തെങ്കിലുമല്ല. യേശുവിന് വേണ്ടത് നമ്മളെ തന്നെയാണ്. അതെ, നമ്മെ തന്നെ ഒരു യാഗമായി നമ്മെ തന്നെ സമർപ്പിക്കുന്നതാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്താണ്? അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യം ഞാൻ വായിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് വളരെ ശക്തമായി നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? ദൈവം ഇന്ന് വസിക്കുന്നത് കൈപ്പണിയായ മന്ദിരങ്ങളിലല്ല. ദൈവം വസിക്കുന്ന ആലയം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറയുകയുണ്ടായി, എനിക്കൊരു മർമ്മം വെളിപ്പെട്ടു വന്നിരിക്കുന്നു. അനേക കാലങ്ങളായി മറഞ്ഞിരുന്ന ഒരു മർമ്മം എനിക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. എന്ത്? ദൈവം നമ്മിൽ വസിക്കുന്നു. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, നമ്മിൽ ഇരിക്കുന്നു. അതെ, ഇന്ന് ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്ന മന്ദിരം എന്ന് പറയുന്നത് കൈപ്പണിയായ ആലയങ്ങളിലല്ല, മനുഷ്യന്റെ പണികൂടങ്ങളിലല്ല. ദൈവം വസിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്, നമ്മിലാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാക്കി ദൈവം നമ്മെ ഓരോരുത്തരെയും തീർത്തിരിക്കുകയാണ്. ഹോ, നാം എത്ര ഭാഗ്യവാന്മാർ! ദൈവം തന്റെ ആലയമാക്കി, ദൈവം തന്റെ മന്ദിരമാക്കി നമ്മെ തീർത്തല്ലോ. പരിശുദ്ധനായ ദൈവം വസിക്കുവാൻ നമ്മെ തെരഞ്ഞെടുത്തല്ലോ. നാം എത്ര ഭാഗ്യവാന്മാരാണ്! ദൈവത്തെ തേടി നാം എങ്ങും ഓടേണ്ട കാര്യമില്ല. ദൈവം എവിടെ വസിക്കുന്നു, ദൈവം എവിടെ പാർക്കുന്നു, എവിടെയാണ് ദൈവം എന്ന് അന്വേഷിച്ച് ഓടി നടക്കേണ്ട ഒരു കാലമല്ല ഇത്. പിന്നെയോ ദൈവം വസിക്കാൻ ആഗ്രഹിക്കുന്ന മന്ദിരം നമ്മുടെ ശരീരമാണ്. ദൈവം നമ്മിലേക്ക് വസിക്കാനായിട്ട് കടന്നു വരികയാണ്. നാം ദൈവത്തെ തേടി പോകുകയല്ല, പിന്നെയോ ദൈവം നമ്മെ തേടി വരികയാണ്. തിരുവെഴുത്തിന്റെ ആരംഭം മുതൽ നാം കാണുന്ന ഒരു കാഴ്ച, മനുഷ്യ നീ എവിടെ? ആദമേ നീ എവിടെ? ആദമേ നീ എവിടെ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിത നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ, ഇമ്മാനുവേൽ, അവൻ നമ്മോട് കൂടെ. ഇന്നും ദൈവം നമ്മോട് കൂടെ, നമ്മിൽ വസിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓ, നാം എത്ര ഭാഗ്യവാന്മാരാണ്! ദൈവത്തിന്റെ മന്ദിരമാക്കി ദൈവം നമ്മെ തീർത്തു. അതുകൊണ്ട് എന്തു വേണം? അടുത്ത വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. വളരെ ശക്തമായ ഒരു ദൂത്. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. ഇത് ദൈവം വസിക്കുന്ന മന്ദിരമാണെങ്കിൽ ഈ മന്ദിരത്തെ നശിപ്പിക്കുവാൻ നമുക്കാർക്കും അവകാശമില്ല. അതുകൊണ്ടാണ് തിരുവെഴുത്തിൻ പ്രകാരം വിളിച്ചു പറയുന്നത്, മദ്യപിക്കരുത്, പുകവലിക്കരുത്, മയക്കുമരുന്നുകൾ ഉപയോഗിക്കരുത്, ശരീരത്തെ തങ്ങളെ തന്നെ ദണ്ഡിപ്പിക്കരുത്, ശരീരത്തെ ഉപദ്രവിക്കരുത്, ദണ്ഡിപ്പിക്കരുത്. ദൈവത്തിന്റെ ആത്മാവ് ഒരുവനിൽ വസിക്കുന്നുവെങ്കിൽ ഒരിക്കലും തന്നെ തന്നെ ദണ്ഡിപ്പിക്കുവാനായി മനുഷ്യന് കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ അതിന്റെ അർത്ഥം അവന്റെ ഉള്ളിൽ ദൈവാത്മാവ് വസിക്കുന്നില്ല എന്ന് തന്നെയാണ്. നമുക്കറിയാം, ലെഗ്യോൻ ബാധിച്ച 6000 ഭൂതങ്ങൾ ലെഗ്യോൻ ബാധിച്ചതായ ഒരു മനുഷ്യൻ, അവൻ ചെയ്യുന്ന പ്രവർത്തികൾ, അവൻ തന്നെ തന്നെ ഉപദ്രവിക്കുക, ചങ്ങല
വലിച്ച് ഉരുമ്മി പൊട്ടിക്കുക, കല്ലുകൊണ്ട് തന്നെ തന്നെ ചതയ്ക്കുക, തന്നെ തന്നെ ചതിക്കുന്നവർ ഓർക്കുക. ദൈവാത്മാവല്ല അവരിൽ വസിക്കുന്നത്. തങ്ങളെ തന്നെ നശിക്കുന്നവർ ഓർക്കുക, നശിപ്പിക്കുന്നവർ ഓർക്കുക. ദൈവാത്മാവല്ല അവരിൽ വസിക്കുന്നത്. ഈ മന്ദിരം ദൈവം വസിക്കുന്ന മന്ദിരമാണ്. ഈ മന്ദിരത്തെ നശിപ്പിക്കുവാൻ നമുക്ക് ആർക്കും അവകാശമില്ല. നാം തന്നെ ചിന്തിച്ചു നോക്കുക. നമ്മുടെ രൂപം നമുക്ക് തന്നത് നമ്മുടെ ആരുമല്ല. നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യം, ഇതൊക്കെ ദൈവത്തിൻ്റെ അവകാശമാണ്. ദൈവം തന്നതാണ്. നമ്മളാരും പറഞ്ഞിട്ടല്ല നമുക്ക് ഇത്രയും നീളം തന്നത്, നമുക്ക് ഇത്രയും വണ്ണം തന്നത്. ചില മിനുക്കുപണികളൊക്കെ നമ്മൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ നമുക്ക് തന്നത് ദൈവം തന്നെയാണ്, ദൈവം തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ നശിപ്പിക്കുവാൻ ഒരിക്കലും നമുക്ക് അവകാശമില്ല. പറയുന്നു, ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും. എടുത്തു പറയുക അടുത്ത വാക്യം, ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ, നിങ്ങളും അങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ മന്ദിരം എങ്ങനെ വിശുദ്ധമായിരിക്കുന്നുവോ നിങ്ങളും അങ്ങനെ തന്നെ, നാം അങ്ങനെ തന്നെ ആയിരിക്കണം. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമായിരിക്കുന്നത് പോലെ നാമും വിശുദ്ധരായിരിക്കണമെന്നാണ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ. ഒരു ദിവസം യേശു കർത്താവ് യെരുശലേം ദൈവാലയത്തിലേക്ക് പോയത് ചാട്ടവാറുമായിട്ടാണ്. പല പ്രാവശ്യം യേശു ആ ദൈവാലയത്തിൽ പോയിട്ടുണ്ട്, അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, തിരുവെഴുത്ത് നൂത്ത് വായിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം ഈ ആലയത്തിൽ യേശു കർത്താവ് കടന്നുപോയിട്ടുണ്ട്. പക്ഷെ അപ്പോഴെങ്ങും യേശു കർത്താവ് ചാട്ടവാറുമായി കടന്നുപോയില്ല. എന്നാൽ ഒരു ദിവസം യേശു ഇതാ ആലയത്തിലേക്ക് ചാട്ടവാറുമായി കടന്നു വരികയാണ്. എന്നിട്ട് അവിടെ വെച്ചിരുന്ന നാണ്യപീഠങ്ങൾ മറിച്ചു കളഞ്ഞു. അവിടെ കെട്ടിയിട്ടിരുന്ന മാടുകളെ അഴിച്ചുവിട്ടു. കൂട്ടിൽ അടച്ചിരുന്ന പ്രാവുകളെ തുറന്നുവിട്ടു. വലിയ ബിസിനസ് നടന്നുകൊണ്ടിരുന്നു. അതിനെല്ലാം അലങ്കോലപ്പെടുത്തി യേശു കർത്താവ്. എന്തിനാണ് ഇങ്ങനെ ചെയ്തത്? അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നതായി നമുക്ക് കാണാം. എന്താണ് യേശു ഇവിടെ ചെയ്തത്? എന്തിനാണ് കർത്താവ് ഇങ്ങനെ ചെയ്തത്? അവരൊക്കെ ചോദിക്കുന്നുണ്ട്. ആളുകൾ ഭയന്നുപോയി. ഇതുവരെ കാണാത്ത ഒരു യേശുവിന്റെ മുഖം അവിടെ കാണുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. നിങ്ങളോ അതിനെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാക്കി തീർത്തു. ഇത്രമാത്രം കർത്താവ് ഇടപെടാൻ, ക്രൂരമായി ഇടപെടാൻ കാരണം എന്താണ്? അതിന്റെ അർത്ഥം അവിടെ തന്നെ യേശു കർത്താവ് പറയുകയാണ്, എൻ്റെ ആലയത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. എന്താണ് ഇവിടെ നടന്ന കള്ളത്തരം? ജോസീഫസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വളരെ ദൂരെ നിന്നും വരുന്നതായ ആളുകൾ യാഗമൃഗത്തെ യാഗമർപ്പിക്കുവാൻ ദൂരെ നിന്നും കൊണ്ടുവരുവാൻ കഴിയുകയില്ല. കൊണ്ടുവന്നാൽ അത് അടുത്തു വരുമ്പോഴത്തേക്കും, ഇത്രയും ദൂരം നടത്തിക്കൊണ്ട് വരുമ്പോഴത്തേക്കും ആ മൃഗം ഊനമുള്ളതായി തീരും. അവർക്കത് ബുദ്ധിമുട്ടാണ്. ഊനമുള്ളതിനെ അർപ്പിക്കുവാൻ പുരോഹിതൻ അനുവദിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ദൂരെ നിന്നും വരുന്ന ആളുകൾക്ക് വാങ്ങി യാഗമർപ്പിക്കുവാൻ സൗകര്യപ്രദമായ ഒരു ബിസിനസ്സാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നാണയങ്ങൾ, വേദപുസ്തകത്തിലെ 10 കൽപ്പനയിലെ പ്രധാനപ്പെട്ട കൽപ്പനയാണ്, ഒരു വിഗ്രഹവും ഉണ്ടാക്കരുത്, ഒരു രൂപം ഉണ്ടാക്കരുത്. അന്നുണ്ടായിരുന്ന നാണയങ്ങൾ രൂപം കൊത്തിയ നാണയങ്ങളാണ്. രൂപം കൊത്തിയ നാണയങ്ങൾ ആലയത്തിൽ അർപ്പിക്കുന്നത് ദൈവത്തോടുള്ള, ദൈവത്തിന്റെ വചനത്തോടുള്ള, ദൈവത്തിന്റെ കൽപ്പനയോടുള്ള എതിർപ്പാണ്, കൽപ്പനയെ ലംഘിക്കുന്നതാണ്. അതുകൊണ്ട് ആ നാണയങ്ങൾ മാറ്റി, രൂപം കൊത്താത്ത നാണയങ്ങൾ മാറ്റിയെടുക്കുവാൻ വേണ്ടി, മാറിയെടുക്കുവാൻ വേണ്ടി ഉള്ള ഒരു പദ്ധതിയായിരുന്നു അവിടെ നാണയങ്ങൾ മാറുന്ന പദ്ധതി, എക്സ്ചേഞ്ച് ചെയ്യുന്ന പദ്ധതി. അതാണ് അവിടെ നടന്നു വന്നിരുന്നത്. ഇതൊരു തെറ്റല്ല. അപ്പൊ ഈ മാടിന്റെ കച്ചവടമോ നാണയത്തിന്റെ മാറ്റമോ ഒരു തെറ്റായ കാര്യമല്ല. അതൊന്ന് ആവശ്യമായിരുന്ന, അത്യാവശ്യം ആവശ്യമായിരുന്ന കാര്യങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്തിന് യേശു ഇതിനെതിരെ നിന്നു? യേശു പറഞ്ഞ വാക്കാണ് അവിടെ പ്രസക്തി. യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാക്കി തീർത്തു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ജോസീഫസ് എന്ന ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നത്തെ പുരോഹിതന്മാർ
അവർ ഈ വരുന്ന യാഗമൃഗങ്ങളുടെ അളവ് നോക്കി, അതിന്റെ വലിപ്പം നോക്കി, അതിനെ മുഴുവൻ പരിശോധിച്ച് ഊനമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ ആരാധനയ്ക്കായി കടന്നു വരുന്ന ഈ വ്യക്തിക്ക് ഈ മൃഗത്തെ യാഗം അർപ്പിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. എന്നാൽ യാഗമൃഗത്തിനെ കൊണ്ടുവരുന്നതിന് മുൻപ് ഇതിന്റെ പിന്നിലൂടെ ഒരു കൈക്കൂലി, ഇന്ന് നമുക്കറിയാം, പിന്നിലൂടെ ഒരു കൈക്കൂലി, അതിന്റെ ഒരു തുക പുരോഹിതന്റെ കയ്യിൽ എത്തിയാൽ എത്ര ഊനം ഉണ്ടെങ്കിലും പുരോഹിതൻ പറയും, ഓക്കെ, ഇതിനൊരു കുഴപ്പമില്ല, അർപ്പിച്ചുകൊള്ളുക. അതിന്റെ തുക പുരോഹിതന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ദൂരെ നിന്നും വരുന്ന വ്യക്തികൾ മൃഗത്തെ കൊണ്ടുവന്നിട്ട് അതിനെ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അതിനെ മാറ്റി നിർത്തും. കച്ചവടക്കാർ വന്നിട്ട് ചെറിയ തുകയ്ക്ക്, നിസാരമായ തുകയ്ക്ക് ഈ മൃഗത്തെ വാങ്ങും. എന്നിട്ട് ഇതിനു മുമ്പ് ഇതുപോലെ കൊണ്ടുവന്ന് നിർത്തിയിരുന്ന മൃഗങ്ങൾ അവിടെ നിൽപ്പുണ്ട്, ആ മൃഗത്തെ അന്യായ തുക കൊടുത്ത് വാങ്ങിക്കും. ഇതിന്റെ തുക കച്ചവടക്കാരിൽ നിന്നും ഈ പുരോഹിതന്മാരുടെ കൈകളിൽ പുറകിൽ കൂടെ, പിൻവാതിലിൽ കൂടെ എത്തിക്കൊണ്ടിരുന്നു. ഇതിനെയാണ് യേശുക്രിസ്തു ശാസിച്ചത്. യേശു പറഞ്ഞു, എന്റെ ആലയം കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാക്കി നിങ്ങൾ തീർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് യേശു അതിനെ അവിടെ മറിച്ചു കളഞ്ഞത്. പ്രിയ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളം നല്ലതുപോലെ അറിയുന്നവനാണ് ദൈവം. ആലയത്തിനകത്ത് എന്താണ് നടക്കുന്നതെന്ന് ലോകം അറിയുന്നില്ല, ആരാധിക്കുവാൻ വരുന്ന ആരാധനക്കാരനും അറിയുന്നില്ല. പക്ഷേ ആഴിയിലൂടെ ഊളിയിട്ട് നീങ്ങിയ മത്സ്യത്തിന്റെ വായിലിരുന്ന ചതുർദ്രമപ്പണം പോലും കണ്ടവനായ യേശു കർത്താവിന്റെ മുൻപിൽ ഒരു രഹസ്യവും മറഞ്ഞിരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിന്റെ, ഹൃദയത്തിന്റെ, നമ്മുടെ ഒരു രഹസ്യവും അവന്റെ മുൻപിൽ മറഞ്ഞിരിക്കുന്നില്ല. യേശു പറയുന്നു, പുറമേ നീ എത്ര വിശുദ്ധിയുടെ അഭിനയം കാഴ്ചവെച്ചാലും യാഗം എങ്ങനെ ഇരിക്കുന്നു അതാണ് യേശു നോക്കുന്നത്. യേശു പറയുകയാണ്, നീ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും ഗുഹയാക്കി തീർത്തു. അതെ, ഇന്നൊരു ചാട്ടവാറുമായി യേശു നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അടിച്ചിറക്കാൻ വല്ലതും കാണുമോ? അതോ ഇന്ന് പറയാൻ കഴിയുമോ, ഞാൻ വിശുദ്ധൻ തന്നെ? ദൈവം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിൽ കൂടെ നമ്മോട് പറയുന്നു, ദൈവത്തിന്റെ മന്ദിരം എങ്ങനെ വിശുദ്ധമായിരിക്കുന്നുവോ അതുപോലെ നിങ്ങളും വിശുദ്ധരായിരിക്കണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ഈ ശരീരം. ഈ ശരീരത്തെ നശിപ്പിക്കുവാൻ നമുക്ക് അവകാശമില്ല. ഇത് ദൈവത്തിന്റെ മന്ദിരമാണ്. മാത്രമല്ല, ദൈവത്തിന്റെ മന്ദിരം എങ്ങനെ വിശുദ്ധമായിരിക്കുന്നുവോ അതുപോലെ നാമും വിശുദ്ധരായിരിക്കണം, നമ്മുടെ ശരീരവും വിശുദ്ധമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മെ തന്നെ ഈ വചനം കേൾക്കുമ്പോൾ ഒന്ന് ശോധന ചെയ്യാൻ നമുക്ക് കഴിയുമോ? നമ്മുടെ ശരീരം എങ്ങനെയിരിക്കുന്നു? കർത്താവിനെ നമ്മിലേക്കൊന്ന് ക്ഷണിച്ചാൽ, നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ക്ഷണിച്ചാൽ ചാട്ടവാറുമായി അവൻ കടന്നു വരേണ്ടി വരുമോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. വീണ്ടും പൗലോസ് ഇതേ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ 6-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ കൂടെ ഞാൻ വായിക്കുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഈ ഭാഗവും വളരെ ശക്തമായി നമ്മെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവർ അല്ല എന്നും അറിയുന്നില്ലയോ? കൊരിന്ത്യ സഭ കൃപാവരങ്ങളാൽ നിറഞ്ഞ സഭ. ആത്മീക വരങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി അപ്പോസ്തലൻ പഠിപ്പിച്ചിരിക്കുന്നത് കൊരിന്ത്യ ലേഖനത്തിലൂടെയാണ്, കൊരിന്ത്യ സഭയിലേക്കാണ്. എല്ലാ നിലയിലും ആത്മീകമായി വളർന്ന, കൃപാവരങ്ങളുള്ള, ആത്മാവിൽ ശോഭിച്ചിരുന്ന ഈ കൊരിന്ത്യ സഭയിൽ തന്നെ വളരെ മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്ന വ്യക്തികളുണ്ടായിരുന്നു.
വളരെ പാപത്തിൽ ജീവിക്കുന്ന, ദുർനടപ്പിൽ ജീവിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അതൊരു തെറ്റാണെന്ന് അവർക്ക് തോന്നിയില്ല. പക്ഷെ അതിനെതിരെ ശക്തമായി അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ ശരീരം അത് ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. ആകയാൽ ആ ശരീരം നിങ്ങൾ സൂക്ഷിക്കണം. പാപപ്രവർത്തികളിൽ മുഴുകുന്ന ഈ അധ്യായത്തിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഈ വാക്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വായിച്ച് പഠിക്കണം. അതിൻ്റെ 17-ാം വാക്യം ഞാൻ വായിക്കുന്നു. 6-ാം അധ്യായം 17-ാം വാക്യം. കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. ദുർനടപ്പ് വിട്ട് ഓടുവീൻ. മനുഷ്യൻ ചെയ്യുന്ന ഏതു പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. വളരെ മ്ലേച്ഛകരമായ ജീവിതം നയിക്കുന്ന നിരവധി ആളുകളെ, നിരവധി ക്രിസ്ത്യാനികളെ ഈ കാലങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതൊരു തെറ്റാണ്, വ്യഭിചാരം ഒരു തെറ്റാണ് എന്ന് അവർക്ക് തോന്നുന്നില്ല. അത്ര അശുദ്ധമായ ജീവിതം നയിക്കുന്ന വലിയ കൂട്ടങ്ങളെ നമുക്ക് ഇന്ന് കാണുവാനായിട്ട് കഴിയും. വളരെ വേദനയോടെയാണ് ഞാൻ ഈ ഭാഗം നിങ്ങളെ ഓർപ്പിക്കുന്നത്. വളരെ വേദനയോടെ ഹൈറേഞ്ചിൻ്റെ പല ഭാഗങ്ങളിലും കടന്നുപോയി സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വളരെ ദയനീയതയോടെ, വളരെ വേദനയോടെ ഞാൻ പറയട്ടെ, 2 3 വിവാഹങ്ങളൊന്നും ഒരു തെറ്റാണെന്ന് അവർക്ക് തോന്നുന്നില്ല, ഒരു പാപമാണെന്ന് അവർക്ക് തോന്നുന്നില്ല. 2 സ്ഥലങ്ങളിൽ ഭാര്യമാരെ പാർപ്പിച്ച് താമസിക്കുന്നവർ, ദുർനടപ്പുകൾ ചെയ്യുന്നവർ. ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിക്കട്ടെ. വളരെ പാപകരമായ ജീവിതം നയിക്കുന്ന ആളുകൾ ഇന്നും വളരെ അധികമായിട്ടുണ്ട്. അവരോട് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങളുടെ ശരീരം അത് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? പ്രിയ സഹോദരങ്ങളെ, നാം ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണം. ദൈവവചനത്തിൻ്റെ ആഴം, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മുടെ ശരീരം, നാം എന്ന് പറഞ്ഞാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ ഭാഗം ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ പഴയ നിയമത്തിലെ ഒരു സംഭവം നിങ്ങളുടെ മുമ്പിൽ ഓർപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഹോശേയ എന്നൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. ഹോശേയ പ്രവചനം 1, 2, 3 അധ്യായങ്ങളിൽ തൻ്റെ കുടുംബത്തിൻ്റെ കഥയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ ഹോശേയ പ്രവാചകനെ ദൈവം കടത്തിവിടുകയാണ്. പ്രവാചകനെ, വളരെ ഭക്തനായി ജീവിച്ച ഒരു മനുഷ്യൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രാർത്ഥനാ മനുഷ്യൻ, ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ ദൈവം വിളിക്കുകയാണ്. ഹോശേയായി. ഭക്തനായ മനുഷ്യൻ വിളി കേട്ടു, കർത്താവേ. ദൈവം അദ്ദേഹത്തോട് പറയുകയാണ്, നീ പോയി ഇന്ന സ്ഥലത്തു നിന്നും ഇന്ന ഭവനത്തിൽ ചെന്നിട്ട് ഗോമർ എന്ന് പറയുന്ന പെൺകുട്ടിയെ നീ നിന്റെ ഭാര്യയായി വിവാഹം കഴിക്കണം. ദൈവം പറഞ്ഞതല്ലേ, അവൻ അനുസരിച്ചു. അവൻ കടന്നുപോയി, അവിടെ ചെന്നു, ഗോമറിനെ വിവാഹം കഴിച്ചു. വളരെ സന്തോഷകരമായ കുടുംബജീവിതം, അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം. ഈ കുടുംബജീവിതത്തിൽ 3 കുഞ്ഞുങ്ങൾ അവർക്കുണ്ടായി. ഓരോ കുഞ്ഞുങ്ങളും ജനിച്ചു കഴിയുമ്പോൾ ദൈവം തന്നെയാണ് അതിന് പേരിടുന്നത്. ഓരോ കുഞ്ഞുങ്ങൾക്കും ദൈവമിട്ടത് അവർക്ക് പേരായി. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം, 3 കുഞ്ഞുങ്ങളും, ഹോശേയായും ഗോമറും. ചില ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ ഹോശേയായുടെ ചിന്തയിൽ തൻ്റെ ഭാര്യയ്ക്ക് പഴയതുപോലെ തന്നോട് സ്നേഹമില്ലയോ എന്നൊരു ചിന്ത. എങ്കിലും താനത് വകവച്ചില്ല. എന്നാൽ സംഭവിച്ച കാര്യം എന്നാണെന്നറിയാമോ? ഈ സ്നേഹമുള്ള ഭർത്താവിനെയും 3 കുഞ്ഞുങ്ങളെയും വിട്ടിട്ട് ഗോമർ എന്ന് പറയുന്ന ഈ സ്ത്രീ വേറൊരു പുരുഷന്റെ പിന്നാലെ യാത്രയായി. ഹോശേയ വളരെ ദൈവസന്നിധിയിൽ കരഞ്ഞു. അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവം, നീ പറഞ്ഞിട്ടാണ് ഞാൻ ഇന്ന സ്ത്രീയെ വിവാഹം കഴിച്ചത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് നീ പറഞ്ഞത് ഞാൻ പേരിട്ടു. എത്ര സന്തോഷകരമായ ജീവിതമായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന വേദന അതെത്ര വലിയതാണ്.
ഹോശേയ ദൈവത്തോട് കരയാൻ തുടങ്ങി. ദൈവമേ, എന്റെ സ്നേഹത്തെ അവൾ മനസ്സിലാക്കിയില്ല, അവൾ എന്നെ വിട്ടു പോയല്ലോ. ദൈവം ഹോശേയയുടെ അടുക്കിലേക്ക് വന്നു. ഹോശേയയോട് ദൈവം പറയുകയാണ്, നിന്റെ ഭാര്യ, നീ സ്നേഹിച്ച നിന്റെ ഭാര്യ നിന്നെ വിട്ടു പോയപ്പോൾ നിന്റെ ഹൃദയം എത്ര അധികമായി വേദനിക്കുന്നു. ഹോശേയയെ, ഇത് നിന്നെ ഒന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്, നിന്നെ ഒരു നല്ല പ്രസംഗകനാക്കി തീർക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെയും ഈ അനുഭവത്തിലൂടെ കടത്തിവിട്ടത്. എന്താണെന്നറിയാമോ? ഞാൻ മിസ്രയീമിൽ നിന്നും കൈപിടിച്ചു കൊണ്ടുവന്ന എന്റെ ജനം, ഞാൻ അവർക്ക് ഭർത്താവായിരുന്നു. അവരെ ഞാൻ കൈപിടിച്ച് അവിടെ നിന്ന് കൊണ്ടുവന്ന് കനാനിൽ നട്ടു. കനാനിൽ ഞാൻ അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അവരധ്വാനിക്കാത്തത് ഞാൻ അവർക്ക് കൊടുത്തു. നന്മകളാൽ ഞാൻ അവരെ നിറച്ചു. എന്റെ സ്നേഹം അവരോട് കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ എത്ര സ്നേഹിച്ചിട്ടും എത്ര നന്മകൾ നൽകിയിട്ടും അവർ എന്നെ വിട്ട് ജാരന്മാരുടെ പിന്നാലെ പോയി, അന്യ ദൈവങ്ങളുടെ പിന്നാലെ പോയി, വിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി, പാപജീവിതത്തിലേക്ക് പോയി, എന്നെ വിട്ട് അവർ പോയി. പക്ഷെ എന്നിട്ടും എന്റെ ഹൃദയം അവർക്കായി തുടിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നും അവരെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ഹോശേയയോട് ദൈവം പറഞ്ഞ എന്താണെന്നറിയാമോ? ഞാൻ ഈ ജനത്തെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നീയും പോയി ജാരനാൽ വശീകരിക്കപ്പെട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ആ സ്ത്രീയെ വീണ്ടും സ്നേഹിച്ചുകൊണ്ടേയിരിക്ക. ആ ഭക്തനായ മനുഷ്യൻ തന്റെ ഭാര്യ അന്വേഷിച്ചിറങ്ങി. അവൻ ഓരോ അടിമച്ചന്തകളിലും തന്റെ ഭാര്യ അന്വേഷിച്ച് നടക്കുകയാണ്. അവൻ യാത്ര ചെയ്ത് ഒടുവിൽ അവനൊരു അടിമച്ചന്തയിലെത്തി. ജാരനാൽ വശീകരിക്കപ്പെട്ട് സകലതും നഷ്ടപ്പെട്ട് വളരെ ദുഃഖിതയായ, ക്ഷീണിച്ചു വലഞ്ഞ ഒരു സ്ത്രീയെ അവൻ കണ്ടുമുട്ടി. വിൽക്കുവാൻ നിർത്തിയിരിക്കുന്ന അവൻ കണ്ടു. അവൻ ചെന്ന് വളരെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ, താൻ സ്നേഹിച്ച, തന്നെ വിട്ടുപോയ തന്റെ ഭാര്യയായ ഗോമറാണ് അതെന്ന് തനിക്ക് മനസ്സിലായി. അവൻ ചോദിച്ചു, ഈ സ്ത്രീക്ക് എന്തു വില വേണം? ആ മനുഷ്യൻ ചോദിച്ച വില എടുത്തു കൊടുത്ത് ഗോമറിനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ഹോശേയ തന്റെ ഭവനത്തിലേക്ക് പോകുകയാണ്. താൻ വിലയ്ക്ക് വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഗോമറിനോട് പറയുന്ന ഒരു വാക്കുണ്ട് 3-ാം അധ്യായത്തിൽ. ഏത് മനുഷ്യന്റെയും കരളലിയിപ്പിക്കുന്ന, ഹൃദയത്തെ ചലിപ്പിക്കുന്ന ഒരു വാക്ക്. അല്ലയോ ഗോമറേ, ഇനിയെങ്കിലും നീ അടങ്ങി പാർക്കുക. ഈ സ്നേഹത്തിന്റെ വാക്കിന്റെ മുൻപിൽ എന്ത് മറുപടിയാണ് അവൾക്ക് പറയാനുള്ളത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, മാതാവേ, സഹോദരി, പിതാവേ, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചു. പാപകൂപത്തിൽ കിടന്ന് നമ്മെ ദൈവത്തിൽ നിന്നും അകന്നുപോയി എത്രത്തോളം അകലാമോ, എത്രത്തോളം തെറ്റ് ചെയ്യാമോ, എത്രത്തോളം അനുസരണക്കേടുകൾ കാണിക്കാമോ, അതെല്ലാം കാണിച്ച് അകന്നുപോയ നമ്മെ ദൈവം ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നിന്നെ യേശു ഇപ്പോഴും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തെല്ലാം തെറ്റ് ചെയ്തിട്ടും, എന്തെല്ലാം പാപങ്ങൾ ചെയ്തിട്ടും അവനിപ്പോഴും നമ്മെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അതിന്റെ തെളിവെന്നാണ്? അതെ, അതിന്റെ തെളിവാണ് കാൽവറി ക്രൂശിൽ നാം കാണുന്ന കാഴ്ച. പ്രൈസ് ഗോഡ്. ആർക്കും പരിഹാരം വരുത്താൻ കഴിയാതിരുന്നപ്പോൾ, പാപങ്ങളുടെ മോചനം വരുത്തുവാൻ ഒരു യാഗത്തിനും ഒരു നേർച്ച കാഴ്ചകൾക്കും ഒരു വഴിപാടുകൾക്കും കഴിയാതിരുന്നപ്പോൾ, തന്റെ സ്വന്തം പുത്രനെ മനുഷ്യവേഷമെടുത്ത് ദാസനെ പോലെ ഈ ഭൂമിയിലേക്ക് അയച്ചു. നീചമായ ക്രൂശ് മരണം അവന്റെ മേൽ ചുമത്തി. കാൽവറി കൊലക്കളത്തിൽ അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. നമുക്ക് പകരമായി മറുവിലയായി കൊടുത്തത്, നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി മരിച്ചത്, നാം ഏൽക്കേണ്ട അടികൾ നമുക്ക് പകരം ഏറ്റത് അല്ല, നമുക്ക് പകരം, എനിക്ക് പകരം വിലയായി കൊടുത്തത് പൊന്നോ വെള്ളിയോ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളല്ല, പിന്നെയോ നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തമത്രേ. അപ്പോസ്തലനായ പത്രോസ് അത് ഓർപ്പിക്കുന്നുണ്ട്. നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത് നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. പൊന്നിനോ വെള്ളിക്കോ ഒന്നിനും തന്നെ
നമുക്ക് പകരമായ മറുവിലയായി കൊടുക്കുവാൻ വില തികയാതിരുന്നപ്പോൾ നമുക്ക് പകരം, എനിക്ക് പകരം, നിനക്ക് പകരം അർപ്പിച്ച വിലയാണ് കാൽവറി ക്രൂശിൽ യേശു. അതുകൊണ്ടാണ് അപ്പോസ്തലരോട് ഓർപ്പിക്കുന്നത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല, നാം നമുക്കുള്ളവരല്ല, നാം നമുക്കുള്ളവരല്ല, നാം അവൻ്റേതാണ്. അവൻ നമ്മോട് പറയുന്ന ഒറ്റ കാര്യം, ഇനി പാപം ചെയ്യരുത്, ഇനി പാപം ചെയ്യരുത്. വീണ്ടും അവൻ ഓർപ്പിക്കുക, ഇനി പാപം ചെയ്യരുത്, ഇനിയെങ്കിലും അടങ്ങി പാർക്കുക. അപ്പോസ്തലനോട് പറയുന്നു, നിങ്ങളുടെ ശരീരം വിലയ്ക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ നിങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് എന്തു ചെയ്യണം? നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ, ദൈവത്തെ ആരാധിക്കുവീൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. എങ്ങനെയാണ് നമ്മുടെ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്? കരമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാൽ മഹത്വമാകുമോ? ഹല്ലേലൂയ പറഞ്ഞാൽ മഹത്വമാകുമോ? തുള്ളിച്ചാടി നൃത്തം ചെയ്താൽ മഹത്വമാകുമോ? എങ്ങനെയാണ് ദൈവത്തിന് നാം മഹത്വമായിട്ട് തീരുന്നത്? യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പീൻ, അത് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. എപ്പോഴാണ് നമ്മളിലൂടെ ദൈവം മഹത്വപ്പെടുന്നത്? നാം വളരെ ഫലം കായ്ക്കുമ്പോൾ. നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. ദൈവം മഹത്വപ്പെടുന്നത് എപ്പോഴാണ്? വേദപുസ്തകം എടുത്തുകൊണ്ട് നടക്കുമ്പോഴല്ല, പിന്നെയോ ഫലകരമായൊരു ജീവിതം നയിക്കുമ്പോഴാണ്, ഫലമുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് ദൈവം നമ്മിലൂടെ മഹത്വപ്പെടുന്നത്. നമുക്കറിയാം, യേശു കർത്താവ് ഒരു ദിവസം യെരുശലേമിലൂടെ കടന്നു വരുമ്പോൾ തനിക്ക് വിശന്നു. താന് ഒരു അത്തിവൃക്ഷത്തിന്റെ ചുവട്ടിൽ ചെന്ന് ഫലം അന്വേഷിച്ചു, പക്ഷെ കണ്ടില്ല. സംഭവിച്ച കാര്യം, അവിടെ വെച്ച് അവൻ അത്തിയെ ശപിച്ചു. ഒരു വാക്ക് അവിടെ എടുത്തെഴുതിയിട്ടുണ്ട്, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞു. അടുത്ത ദിവസം അവർ ആ വഴി വരുമ്പോൾ ആ അത്തി ഉണങ്ങി നിൽക്കുന്നത് കണ്ടു. അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞിട്ടും യേശു കർത്താവ് ആ അത്തിയെ ശപിച്ചു. ആ അത്തി ഉണങ്ങിപ്പോയി. പത്രോസ് പറഞ്ഞു, നീ ശപിച്ച അത്തി കർത്താവേ ഇതാ ഉണങ്ങി നിൽക്കുന്നു. എത്ര ദയനീയമായ, നമ്മൾ ചിന്തിച്ചാൽ എത്ര ദയനീയമായ ഒരു അവസ്ഥയാണ്. അത്തിപ്പഴത്തിന്റെ കാലമല്ലാഞ്ഞിട്ടും അത്തിമരത്തെ ശപിച്ചതായ യേശു, ഫലം കാണാഞ്ഞിട്ട് അത്തിമരത്തെ ശപിച്ചതായ യേശു. ഇതൊരു പാഠം പഠിപ്പിക്കുവാൻ വേണ്ടിയായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ച ഒരു കാര്യം? എന്തുകൊണ്ടാണ് യേശു അത്തിയെ ശപിച്ചത്? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, യേശു ഈ ഭൂമിയിലേക്ക് വരുന്നത് അല്ല, നമ്മുടെ അരികിലേക്ക് വരുന്നത് ഫലം നോക്കിയാണ്. അവന് വേണ്ടത് ഫലമാണ്. നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഫലം കായ്ക്കാൻ വേണ്ടിയാണ്. ഫലമുള്ള ഒരു ജീവിതം നയിക്കുമ്പോഴാണ് ദൈവനാമം മഹത്വപ്പെടുന്നത്. ഫലകരമായൊരു ജീവിതം അവൻ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു മുന്തിരിത്തോട്ടത്തിന്റെ നടുവിൽ ഒരു അത്തിവൃക്ഷമുണ്ടായിരുന്നു. 1-ാം വർഷവും 2-ാം വർഷവും 3-ാം വർഷവും അതിൽ ഫലം കണ്ടില്ല. ഇതാ അടുത്ത വർഷം ആ മനുഷ്യൻ ആ അത്തിവൃക്ഷം വെട്ടുവാൻ വേണ്ടി കടന്നു പോകുകയാണ്. ഞാൻ എൻ്റെ ഭാവനയിൽ ഒന്ന് പറയട്ടെ, ഈ മനുഷ്യനൊരു കോടാലിയുമൊക്കെയായി ഈ അത്തിമരത്തെ മുറിക്കുവാൻ വേണ്ടി ചെല്ലുമ്പോൾ ഈ അത്തിമരം ചോദിക്കുകയാണ്, അല്ലയോ യജമാനനെ, എന്നെ നോക്കൂ, നീ നൽകിയ വളവും നീ നൽകിയ വെള്ളവും കൊണ്ട് ഞാൻ തഴച്ചു വളർന്ന് നിന്റെ തോട്ടത്തിൽ എത്ര തണൽ നൽകുന്നു, എത്ര മനോഹരമായിട്ട് ഞാൻ നിൽക്കുന്നു. നിന്റെ തോട്ടത്തിന് ഞാനൊരു മനോഹരിയല്ലേ? പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആ യജമാനൻ പറയും, നിന്റെ ഇല കാണാനോ നിന്റെ മനോഹരിത കാണാനോ അല്ല ഞാൻ നിന്നെ ഇവിടെ നട്ടത്. എനിക്ക് വേണ്ടത് ഫലമാണ്, എനിക്ക് വേണ്ടത് ഫലമാണ്. പ്രിയ സഹോദര, എന്നെയും നിന്നെയും ഇവിടെ നട്ടത് അല്ല, വിലയ്ക്ക് വാങ്ങിയത്, വില കൊടുത്തു വാങ്ങിയത് നമ്മിൽ നിന്നും ഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ്.
ഈ ഭൂമിയിൽ 1 വർഷം കൂടെ നിൽക്കട്ടെ, 1 വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ആയുസ്സോടെ ആരോഗ്യത്തോടെ ദൈവം നിന്നെയും എന്നെയും ശേഷിപ്പിച്ചത്, യേശു കർത്താവ് നമുക്ക് വേണ്ടി പിതാവിന്റെ അടുക്കലിരുന്നു കൊണ്ട് 1 വർഷം കൂടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് മധ്യസ്ഥത കഴിച്ചത് നമ്മിൽ നിന്ന് ഫലം കായ്ക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ്. അതെ, യേശു വരുന്നു, അവൻ ഫലം നോക്കി വരുന്നു, ഫലം നോക്കി വരുന്നു. ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ വിഷയം അവസാനിപ്പിക്കട്ടെ. യേശു വരുന്നത് ഫലം നോക്കിയാണ്. കർത്താവിന്റെ അടുക്കൽ വന്ന ചില ആളുകളോട് യേശു കർത്താവ് പറഞ്ഞു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, പിന്നെയോ എൻ്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരത്രേ ദൈവരാജ്യത്തിൽ കടക്കുന്നത്. വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാം. കർത്താവ് വരുന്നത് ഫലം നോക്കിയാണ്. അന്നവരെന്നോട് പറയും, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ രോഗികളെ സൗഖ്യമാക്കി. കർത്താവ് പറയും, നിങ്ങളതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷേ എനിക്ക് നിങ്ങളെ അറിയത്തില്ല, എനിക്ക് നിങ്ങളെ അറിയത്തില്ല. എന്താണ് അതിൻ്റെ കാരണം? ഫലവും വരവും രണ്ടും രണ്ടാണ്. വരമുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ ചെയ്യാം, അടയാളങ്ങൾ ചെയ്യാം, ഒക്കെ ചെയ്യാം. പക്ഷേ ഫലമില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പോകുവാൻ കഴിയുകയില്ല. വരമുണ്ടെങ്കിൽ പ്രസംഗിക്കാം, വരമുണ്ടെങ്കിൽ രോഗികളെ സൗഖ്യമാക്കാം, വരമുണ്ടെങ്കിൽ സ്റ്റേജിൽ കയറി നിന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷേ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഫലമില്ലെങ്കിൽ ദൈവരാജ്യത്തിന്റെ പടി പോലും കാണുവാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് നമ്മുടെ ശരീരം എങ്ങനെയെങ്കിലും ജീവിച്ച് മരിച്ച് അവസാനിക്കുവാൻ വേണ്ടിയുള്ളതല്ല, മണ്ണിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല. പിന്നെയോ ദൈവത്തിന് പ്രസാദകരമായ ഒരു യാഗമായി സമർപ്പിച്ചുകൊണ്ട്, പൂർണ്ണമായി ദഹിപ്പിച്ച് പൂർണ്ണമായ ഒരു യാഗമായി സമർപ്പിച്ചുകൊണ്ട്, നാം വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാകിയാൽ നാം നമുക്കുള്ളവരല്ല എന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ കർത്താവിനായി സമർപ്പിച്ചുകൊണ്ട് ഫലമുള്ള ഒരു ജീവിതം നയിക്കുവാൻ, നമ്മുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്കിടയാകുന്നുവെങ്കിൽ അതാണ് ദൈവം നമ്മിൽ പ്രസാദിക്കുന്ന ആരാധന. അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുന്നത്. ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മെ തന്നെ പൂർണ്ണമായി ഒരു യാഗമായി സമർപ്പിക്കുവാൻ നമുക്ക് കഴിയുമോ? നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിക്കുവാൻ കഴിയുമോ? ഒരു നിമിഷം എന്നോടൊപ്പം കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, ഈ വചനം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതെ, ഞങ്ങളുടെ ശരീരം അങ്ങ് വിലയ്ക്ക് വാങ്ങി, ഞങ്ങളുടെ ശരീരം കൊണ്ട് അങ്ങ് ആഗ്രഹിക്കുന്നത് അങ്ങേക്ക് മഹത്വകരമായ ഫലകരമായൊരു ജീവിതം നയിക്കുവാനാണല്ലോ. അതേ കർത്താവെ, അങ്ങനെ ഫലകരമായൊരു ജീവിതം നയിച്ച് അങ്ങയുടെ സന്നിധിയിൽ ചേർക്കപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട ദയയ്ക്കായി നന്ദി. എൻ്റെ ജനത്തെ അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.